ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. എല്ലാ ദിവസവും ഒരേ ബാക്ക്ഗ്രൗണ്ട് കണ്ട് മടുത്തല്ലേ, മാറ്റാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. വേറൊരു വെട്ടമുള്ളൊരു സ്ഥലം കിട്ടുന്നില്ല അങ്ങോട്ട്. അപ്പം ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വീട്ടിൽ ഇരുന്നിരുന്ന് മുഷിഞ്ഞു. അപ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ച് മാപ്പി ഇന്നലെ വിളിച്ച്. അപ്പം ഇന്ന് വണ്ടിക്ക് നമ്മൾ ചെറുതായിട്ടൊരു സ്പോയിലർ വെക്കാൻ പോവുകയാണ്. ആ കൊല്ലത്ത് ഒരു ഷോപ്പിലാണ് നമ്മൾ സ്പോയിലർ വെക്കാൻ കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് ഒരു 1 hour ട്രാവലുണ്ട്. അപ്പോൾ മാപ്പി പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അവനെ പോയി എടുത്തിട്ട് അങ്ങനെ അങ്ങ് പോവാം. അതിന് മുമ്പേ ഞാൻ വണ്ടിയുടെ ആ ഒരു ഇത് കാണിച്ചു തരാം. ഗൈസ്, ഇപ്പം ഒരു മുട്ടത്തോട് വെച്ച പോലെ അത് ഇങ്ങനെ ഇത് സ്പോയിലറില്ല കേട്ടോ, അത് ഡിക്കിയുടെ ബാക്കി ഭാഗമാണ്. ഒരു മുട്ടത്തോട് പുഴുങ്ങിയ ഒരു ലുക്കാണ് ഇപ്പോൾ കണ്ട. ഇതാണ് ഇപ്പോഴത്തെ ഒരു ലുക്ക്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ തള്ളിയിരിക്കുന്ന ഇങ്ങനെ പൊന്ത സാധനം മോൺസ്റ്റർ സ്പോയിലറൊന്നുമല്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടാക്കി ഇങ്ങനെ വരുന്നൊരു സ്പോയിലറല്ലേ, ആ സാധനം കയറ്റാനുള്ള പരിപാടിയിലാണ്. ഗൈസ്, മാപ്പിയനെ കിട്ടി, സിഗ്നലിൽ പെട്ടു. ഇനി ഇവിടുന്ന് തിരിച്ചാണ് നമുക്ക് പോകാനുള്ളത്. മാപ്പി എന്താണ് പറയാനുള്ളത്? മാപ്പി ആട്ടോ നമുക്ക് സ്പോയിലറിൻ്റെ ബഡ്ജറ്റ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞത്. സ്പോയിലർ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ സ്പോയിലറിനാണ് പോണത് എങ്കിലും കുറച്ച് സാധനങ്ങൾ എനിക്ക് നോക്കാനും, ഇതിൻ്റെ മാറ്റ് കണ്ടോ, വാഗണാറിൻ്റെ മാറ്റൊക്കെയാ, മൂഡ് സാധനം കണ്ടോ, മാറ്റ്, അതേപോലെ ഫോഗ് ലാമ്പ്, കുറച്ച് സാധനങ്ങൾ നോക്കുന്നുണ്ട്. അതൊന്നും മാപ്പി സ്പോൺസർ ചെയ്യത്തില്ല. ബാക്കി നമുക്ക് നോക്കാം, ബഡ്ജറ്റ് നോക്കാം, എന്നിട്ട് എന്തോന്ന് വെച്ചാൽ ചെയ്യണം. അതെ, ലക്ഷങ്ങൾ അറിയാൻ പോവുകയാണ്, ലക്ഷങ്ങൾ. കൊള്ളാം. ഗൈസ്, ഇത് കണ്ടോ നിങ്ങൾ? എൻ്റെ 4 വ്ളോഗ് കണ്ടവർക്കും ഒരു കാര്യം കോമൺ ആയിട്ട് തോന്നിക്കാണും, നമ്മൾ എപ്പോൾ ഇറങ്ങിയാലും മഴയാണ്. എന്താണെന്നറിയത്തില്ല, ഇവനെയൊക്കെ എപ്പോൾ വണ്ടി കയറ്റി കഴിഞ്ഞാലും ഇതാണ് അവസ്ഥ. എപ്പോൾ വണ്ടി കയറിയാലും മഴ. ഐശ്വര്യം തന്നെ. ഇനി മഴയത്ത് പോയി നമുക്ക് സ്പോയിലറൊക്കെ വെച്ചിട്ട് വരാൻ കഴിച്ചു. ഗൈസ്, നമ്മൾ ഫൈനലി ഷോപ്പിൻ്റെ അടുത്തെത്തി. ഇനി ഷോപ്പിൽ പോയി ഫിറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പം സമയം 1:54 1:54. നോട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും ഫിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണമല്ലോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അരിയേട്ടൻ വീഡിയോ കോളിൽ മാപ്പിയായിട്ട് നമ്മൾ വരുന്ന വഴിക്ക് സംസാരിച്ചൊക്കെ വന്നേ. മഴയാണ് ഗൈസ്, ഇപ്പോഴും മഴയാണ്. അപ്പോൾ ഫുഡ് ഇട്ട് പോയി ഫിറ്റ് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ബൈ. ഗൈസ്, നമ്മൾ ഷോപ്പിലെത്തി നമുക്ക് സ്പോയിലർ കിട്ടി. വെക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ഈ ഒരു മുട്ട പോലത്തെ ഷേപ്പ് മാറി നല്ലൊരു സ്പോർട്ടി ലുക്ക് കിട്ടും. അങ്ങനെയുണ്ട്, കൊള്ളാവോ? അടിപൊളിയല്ലേ? സെറ്റല്ലേ? നോക്കി സെറ്റ്. സംസാരിച്ചു മുട്ട പോലിരുന്ന സാധനം അങ്ങ് മാറി. മുട്ട പോലത്തെ വണ്ടിയായിരുന്നു, കറക്റ്റ് മുട്ടയായിരുന്നു. ഇവിടെ കൂടെ ബ്ലാക്ക് ആക്കണം, സ്റ്റിക്കർ അടിച്ചിരുന്നില്ല. അപ്പോൾ ഇത്ര ഒരു പോർഷൻ ഒരേപോലെ കിടക്കും. അത് വലുതായിട്ട് അറിയത്തില്ല, എന്നാലും കൊള്ളാം, ഇഷ്ടപ്പെട്ട്. സൈഡ് നോക്കി, ഇവിടെ നോക്കി, ഞാൻ കാണിച്ചു. ഈ ഒരു പൊസിഷനിൽ നോക്ക്, ഇഷ്ടപ്പെട്ട്. നല്ലേ, ബ്ലാക്ക് കിട്ടിയത് കാര്യമായി. ബ്ലാക്കിൽ നിന്ന് ആദ്യം പക്ഷേ ബ്ലാക്ക് കിട്ടി. മോനെ സീനായി. കൊള്ളാല്ലേ? ഗൈസ്, നമ്മൾ സ്പോയിലർ വെച്ചപ്പം എനിക്കകത്ത് മാറ്റില്ലായിരുന്നു, വാഗണാറിൻ്റെ മാറ്റ് കിടന്നേ. അപ്പം നമ്മൾ മറ്റേ 5D മാറ്റ് മേടിച്ചു, അതിട്ടു. പ്രോപ്പർ ഫിറ്റ്മെന്റ് ആണ്, കറക്റ്റ് 5D മാറ്റ്. അതിട്ടിട്ട് കഴിഞ്ഞപ്പം ഒരു മിറർ കവർ, ചെറിയൊരാഗ്രഹം. ജസ്റ്റ് അവിടുന്ന് വണ്ടി ഒന്ന് എത്തുമല്ലേ? ഇല്ല, ഇങ്ങനെയൊന്നും ഞാനൊന്നും സൂം ചെയ്തിട്. വെച്ചതും വെക്കാത്തതിൻ്റെയും ഡിഫറൻസ് ലെഫ്റ്റ് റൈറ്റ് കാണാൻ പറ്റും. ഇങ്ങോട്ടന്നെ ഇത് റൈറ്റ് അല്ല, ഇത് റൈറ്റ് ലെഫ്റ്റ്. അത് എൻ്റെ വായി കയറി എടുക്കുക, ഇങ്ങോട്ട് ഇത് കാണിക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ മടക്കുന്നതിനൊന്നും കുഴപ്പമില്ല, മടങ്ങും, നൂരും. പക്ഷേ ഫ്രണ്ട് വ്യൂ ലുക്ക് ഓവറാൾ മാറും. ഒരു മിറർ ക്യാപ്പ് കൊണ്ട് അത്രയും മാറ്റങ്ങൾ. നിങ്ങൾ പറ, ഇത് ബ്ലാക്ക്. മാപ്പി പറയുന്നത് ബ്ലാക്ക് ആക്കാൻ, ഞാൻ പറയുന്നത് വൈറ്റ് മതിയെന്ന്. നിങ്ങൾ ഇത് കമന്റ് ചെയ്യും, പറയണേ വേണോ വേണ്ടത് കമന്റ് ചെയ്യും.
ഗൈസ് മിറർ കവർ, സ്പോയിലർ, കപ്പലണ്ടി, ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. ലുക്ക് കാണിച്ചോട്. അത് ഫ്രണ്ട് ലുക്ക്. ക്യാപ്പ് മാത്രം കാണിക്കണ്ട, സൂം ഔട്ട് ചെയ്തിട്ട് ബാക്കിലോട്ട്. പൈസ കൊടുത്ത് നല്ല സന്തോഷമുണ്ട്. ഗൈസ് ഇത് നല്ല സന്തോഷമാണല്ലോ. നമ്മള് സ്പോയിലർ വെച്ചു. ഒരു സ്പോയിലർ വെക്കാൻ വന്നയാ, നിങ്ങൾ ആലോചിക്കണം. 5D മാറ്റ് ഇട്ട് മിറർ കവർ, 2 മിറർ കവറും 5D മാറ്റും ഒരു സ്പോയിലറുമാണ് നമ്മൾ വെച്ചത്. അത്യാവശ്യം നല്ല എമൗണ്ട് ആയി എങ്കിലും നമുക്ക് കുഴപ്പമില്ല. എമൗണ്ട് പോകുമ്പോൾ സന്തോഷമുള്ള ആദ്യമായിട്ടാണ് കേട്ടോ. പൈസ പോകുമ്പോൾ സന്തോഷമുള്ള ഒരു കാര്യം ആദ്യമായിട്ടാണ്. നമ്മൾ ഇവിടെ തുടരുകയാണ് നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷൻ പാർട്ട് 1. ഇനി കാശ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ പണി തുടങ്ങും. പണി തുടങ്ങി മക്കളെ. ഇത് മാത്രമേ ഉള്ളൂ പണി. അതെ, നമുക്ക് ഇതൊക്കെ തന്നെയാണ് പണി. ഓക്കെ, ആ വണ്ടി റൂട്ടാക്കാം. ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് കൊട്ടാരക്കര വന്ന് ഈ വണ്ടിയുടെ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്ത് അപ്പോൾ ഇനി ഇവനെ കൊണ്ടാക്കാൻ പോവാ, സ്റ്റാൻഡിലോട്ട് പോവാ. ഇവനെ ഇവിടെ കൊണ്ടാക്കാനല്ല, ഇവനെ വീട്ടിൽ പറഞ്ഞു വിടുകയാണ്. അപ്പം ഇവനെ ഇനി സ്റ്റാൻഡിൽ പോയി കയറി പൊക്കോളും. അപ്പം ഞാൻ ഇനി വീട്ടിൽ പോവാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ. ഒന്നും കൊണ്ടുപോയില്ല അവിടെ പോയി. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വെട്ടം ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. അപ്പം ബൈ ഗൈസ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ എന്തുവാ, ചാനൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്, ബൈ.